സ്ക്രീൻഷോട്ട് റെക്കോർഡ് എടുത്ത് അവൻ ഉണ്ടാക്കട്ടെ എന്ന്. എനിക്ക് മയിരാണ്, മയിര്. ഓക്കെ, എന്തൊരു ഭാഷ. ഇത് ഏതോ അലവലാതിയടാ, എവിടെ കിടന്ന അലവലാതി. പണ്ട് മുതലേ അങ്ങോട്ടും ഇങ്ങോട്ടും പൂര തെറിയും വിളിച്ച് കിടന്ന് മേഞ്ഞ് കിടന്ന ഏത്. നമസ്കാരം, രനാസിന അങ്ങനെ വീണ്ടും വന്നിട്ടുണ്ട് ലൈവുമായിട്ട്. സ്വന്തം വീട്ടിലിരുന്ന് പൂരത്തെറി, സ്വന്തം സംസ്കാരം ഒക്കെ പുറത്തൊക്കെ മുമ്പേ കാണിച്ചിട്ടുണ്ട്. സംസ്കാരമൊക്കെ അങ്ങനെ തുറന്ന് കാണിച്ചിട്ടുണ്ട്. തെറിയോട് തെറി, പൂരത്തെറി, മനസ്സിലായോ? പിന്നെ കമന്റ് ബോക്സിലാണെങ്കിൽ പൊക്കിൾ കാണിക്കുമ്പോൾ ചേച്ചി പൊക്കിളെന്ന് പറഞ്ഞപ്പോഴേ അവൾക്ക് മനസ്സിലായില്ല നീ വട എന്ന് പറയണം. വട കാണിക്കുമ്പോൾ ചേച്ചിയും ചോദിച്ചെന്ന് ഉറപ്പായിട്ട് കാണിച്ചു കൊടുക്കുമായിരുന്നു. അതുമല്ല, ബന്ധുക്കൾ പലരെ വിളിച്ചു ചോദിച്ചെന്ന് നീ എന്ത് തേങ്ങയായിട്ട് കാണിക്കുന്നത്. എന്തായാലും നമുക്ക് രനാസിനയുടെ അപരാധം കാണാം. നല്ല രസമുണ്ട്, ചെറിയൊരു ടൈം പാസ്, അങ്ങനെ കണ്ടാൽ മതി. ഇത് രക്ഷപ്പെടില്ല. ഇത് ഞാൻ ആ തൊഴിൽ തന്നെ ഞാൻ അവതാരിച്ച് ജീവിക്കുള്ളൂ എന്ന് സ്വയം തീരുമാനമെടുത്തവൾക്ക് എന്തോ ആയിക്കോട്ടെ, നമുക്കൊരു സുഖം, അത്രയേ ഉള്ളൂ. കാണാം. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? വട കണ്ടുകൂടാ, കമന്റ് ഇട്ടിരിക്കും. വടയെന്ന് കണ്ടു, വടയൊക്കെ ഒന്ന് കാണിച്ചുവിട്. ഞാൻ പറഞ്ഞില്ല, ഞാനിത് ഭയങ്കര കുറ്റമായിരുന്നു. എൻ്റെ കസിൻസൊക്കെ എന്നെ വിളിച്ചിട്ട് എന്തായിരുന്നു കാണിച്ചേ. ഞാൻ പറഞ്ഞു ഓരോരുത്തരും എന്തൊക്കെയാ കാണിക്കുന്നേ. ഞാൻ എൻ്റെ ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറൊന്നും കടിച്ചില്ല. എൻ്റെ ചുണ്ട് പൊട്ടിയിരിക്കും. നിങ്ങളുണ്ടായിരുന്ന ലൈവില്, നിങ്ങൾ ഓരോരുത്തരും കാണുമായിരിക്കും ലൈവില്. ഞാൻ ചുണ്ട് പൊട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞതാണ്. അപ്പം ആരോ ഒരാൾ പറഞ്ഞു, എന്താ പറയാ, എന്തുവാ എന്തൊക്കെയാ, അതായത് ഇവളുടെ കസിൻ ആരോ വിളിച്ചിരുന്നു എന്തൊക്കെയാ കാണിക്കുന്നത് ചോദിച്ചു പറഞ്ഞു. ഞാൻ എന്തൊരു കാണിച്ചു, ഞാൻ ഒന്ന് ചുണ്ട് കടിച്ചല്ലേ കാണിച്ചുള്ളൂ. വേറെ ആരൊക്കെ എന്തൊക്കെ കാണിക്കുന്നു, വേറെ ആരൊക്കെ പറയാം മൂലം വരെ കാണിക്കുന്നുണ്ട്. പലരും കുഴിഞ്ഞ് നിന്ന്, നൂന്ന് നിന്ന്, സൈഡ് ചിരിഞ്ഞ്, അതൊന്നും ഞാൻ കാണിക്കുന്നില്ലല്ലോ. ഞാൻ വെറുതെ ചുണ്ടല്ലേ കടിച്ച് കാണിച്ചിട്ടുള്ളൂ എന്ന്. ഉളുപ്പുണ്ടോടി, നാണോ വാനോ ഉണ്ടാനൊക്കെ. ഞാൻ ഇതൊന്നും കാണിച്ചില്ല. ഇത്ര നോക്കണം. അത് വീട്ടിലിരുന്നാണ്. തങ്കണ്ണ എല്ലാം കാണുന്നുണ്ടോ? ഇതെങ്ങനെ ഇറങ്ങണ ഇതിനകത്തോട്ട് ഈ കൊണ്ടുവരുന്ന പണം? എന്നിട്ട് കണ്ട അകത്ത് കാണിച്ചു കൊടുക്കണേണ്ട. പൊക്കളൊക്കെ കുറച്ചും കൂടെ നിക്കറും കൂടി അങ്ങ് ഊരിയിരുന്ന എല്ലാം കണ്ടെന്നെ ആ ലെവലിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ കുടുംബക്കാർ വിളിച്ച് ചോദിച്ചു, നിനക്ക് വേറെ നാണവും മാനവും ഉണ്ടാവും ചോദിച്ചപ്പോൾ നമ്മുടെ രനാസിനെ പറഞ്ഞു, അതിനെന്ത്, ഞാൻ ചുണ്ടല്ലേ കടിച്ച് കാണിച്ചുള്ളൂ, ഞാൻ വേറെ ഒന്നും കടിച്ച് കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ. ബാക്കിയുള്ളവർ എന്തൊക്കെ കടിച്ച് കാണിച്ചിട്ടിരിക്കണോ, എന്തൊക്കെ കാണിക്കണം, അതൊന്നും ഞാൻ കാണിച്ചില്ല. അതൊക്കെ ഞാൻ വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ. അപ്പം നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ ഇപ്പോഴേ കിടന്ന് തിളച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ എന്ത് പറയും? കടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കടിക്കില്ലെന്ന് പറഞ്ഞു. അതാണ് ലൈവ്, അതാണ് എടുത്തുകൊണ്ട് പോയേക്കുന്നത്. സോ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഐ എം സോ ഹാപ്പി. എനിക്ക് എന്ത് കുഴപ്പം? എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ല, എന്നെ എനിക്കൊരു പ്രശ്നവുമില്ല. കടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ കടിക്കണ്ട കുട്ട എന്ന് പറഞ്ഞു. എനിക്കെന്ത്, അതിന് വേറെ ഞാൻ പിന്നെ എന്തിനു പറയണം? വെരി ഗുഡ്. എന്തുകൊണ്ടാണ് താങ്കളെ കാണുമ്പോൾ ചുണ്ട് ഞാനൊന്ന് കടിച്ചോട്ടെ എന്ന് ചോദിച്ചത് എന്ന് മനസ്സിലായിട്ടില്ലേ? മാന്യമായിട്ട് ഡൽഹി ലൈവ് ചെയ്യണ ആരുടെ മുമ്പ് ഇങ്ങനെ പറയില്ലല്ലോ. അങ്ങനെ അതാ, പക്ഷെ പറഞ്ഞാൽ അവർ തെറിയായിരിക്കും വിളിക്കുന്നത്. നീ അങ്ങനെയില്ല, ചുണ്ട് പൊട്ടിയിരിക്കുന്ന മുന്നേ കടിക്കേണ്ട എന്നാണ് താങ്കൾ പറയുന്നത്. അപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പോഴാണെങ്കിൽ, വേറൊരു സമയത്താണെങ്കിൽ ചുണ്ട് പൊട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ താങ്കൾ എന്ത് പറഞ്ഞാൽ കടിക്കാൻ വേണ്ടി പറഞ്ഞുമായിരിക്കും അല്ലേ? എനിക്കൊരു പ്രശ്നമല്ല. കാരണം ഞാൻ ഇത് ഇതൊക്കെ വരുമെന്ന് എനിക്കറിയാം. ഇതല്ല, ഇതിന്റെ അപ്പുറം ഞാൻ കാണിക്കാൻ തയ്യാറാണ്. ഇതിലൊക്കെ ഞാൻ പേടിച്ചോടി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ തുണി അകത്തിട്ട് പൈസ ഉണ്ടാക്കും എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. സബ് ചെയ്തത് എന്ത്, ആര് പരിപാടി കാണിച്ചെന്ന്? നീ എന്ത് കോപ്പായി പറയുന്നേ? നീ എന്ത് കോപ്പാ പറയുന്നത്? ആര് പരിപാടി കാണിച്ചെന്നാ നീ പറയുന്നത്? എടി പോടി നീ എന്നൊക്കെ നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കുക. സബ് കളഞ്ഞിട്ട് പൊക്കോ കേട്ടാ. അതായത് ആരോ ഒരുത്തൻ കമന്റ് ഇട്ട് ചോദിച്ച്, നീ സബിൽ വന്ന് എന്ത് കോപ്പാണ് കാണിച്ചത്, എന്ത് പരിപാടിയാണ് കാണിച്ചത്? അങ്ങനെ തെറ്റിദ്ധരിച്ച് കൊണ്ട് ഇവളെ വിമർശിച്ചെന്നാണ് ഇവള് കരുതിയത്. എന്താണ് എന്റെ പൈസ എടുത്ത് എന്റെ സീൻ കാണാൻ വേണ്ടി എന്നെ ആസ്വദിക്കാൻ വേണ്ടി നീ എന്നെ തന്നെ കുറ്റം പറയുന്നത്? നനാസിനെ തെറ്റി, ഇതൊന്നും പോരെന്നാൻ പറയുന്നത്. ഇതിൽ കൂടി കുറച്ചും കൂടി എന്തിനാ ബ്ലൂ വെയിൽ. ഇവന്മാരെയൊക്കെ ഫോട്ടോകൾ കാണിച്ചിട്ടുണ്ടോ? ഇവന്മാരൊക്കെ വീട്ടിലുള്ളവരെ ശ്രദ്ധിച്ചാൽ ഇവന്മാർക്ക് ഇതാണ് പരിപാടി. ഇവന്മാരാണ് ഇവളെ വളർത്തുന്നത്. അതായത് നീ ഇതുപോലെ കുറച്ചും കൂടി കാണിക്കണം എന്നാ പറയണത്. ഓ അങ്ങനെയാണോ? നീ എന്നെ പറഞ്ഞല്ലേ? ഓ അത് ഞാൻ ഓർത്ത് നീ എന്നെ പറഞ്ഞായിരിക്കും. എന്നെ പറഞ്ഞ എന്റെ വായ നല്ല വർത്താനം കേൾക്കും, അത് ആരാണെങ്കിലും. ഹായ് ഡിയർ, ഹായ്.
ലൈവ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ്, അത് നമുക്കറിയാമല്ലോ. അല്ലാതെ ഇപ്പം ലൈവ് കയറി കണ്ട് ആസ്വദിച്ച് സ്ക്രീൻഷോട്ട് എടുത്തവന്മാരാണല്ലോ ഈ പരിപാടി കാണിച്ചത്. സോ എനിക്കതൊന്നും വിഷയമല്ല. ആർക്ക് വിഷയം? ആർക്കും വിഷയമില്ല. ഈ തുണിയാവുക്കെ മറ്റത് കാണിക്കുക മറിച്ചത് കാണിക്കുക ഒന്നുമില്ല. നിന്റെ തങ്കുവിനും നിങ്ങളുടെ കുടുംബത്തിൽക്കും നിന്റെ മക്കൾക്കും വിഷയമില്ലെങ്കിൽ മറ്റാർക്കും വിഷയം? ഇത് നമ്മുടെ ജോലി. നീ ഇതിന് അപരാധം കാണിക്കും തോറും നിന്റെ അപരാധം തുറന്ന് കാണിച്ചുകൊണ്ടേ ഇരിക്കും. ഇതിന് വേറെ ഒരു മാറ്റവും ഇല്ല. മനസ്സിലായോ? വിഷയമല്ലാത്ത കാര്യമാണ്. ഉടനെ ഈ ലൈവ് ഇറങ്ങും. ഇറങ്ങി ആ സ്പോട്ടിൽ ഇറങ്ങണുണ്ട്. ആ ഒന്നും കാണിക്കത്തിന് മടിയായിരിക്കില്ല. ഇനി നാളെ തങ്കുവോട്ടം കൂടുതൽ കാണിക്കണമെന്ന് ആരും എടുത്ത് ആരുടെ ഇങ്ങനെ ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്നത്? നമ്മൾ എന്തിനെങ്കിലും മറ്റവന്മാരെ തെറി വിളിക്കുന്നതുകൊണ്ടാണ്. നീയൊക്കെ വന്ന് റെക്കോർഡ് ചെയ്യണോണ്ടാണ് എന്റെ കഥാനായിക ഇത്രയും ഒതുക്കുന്നത്. അല്ലെങ്കിൽ ഇതിന് മുമ്പ് എല്ലാം തുറന്ന് കാണിച്ചെന്നെ. നീയൊക്കെ അത് മനസ്സിലാക്കണം. റെക്കോർഡ് ചെയ്യാൻ ആരായാലും മനസ്സിലാക്കണം. റെക്കോർഡ് ചെയ്യാൻ നിങ്ങളിങ്ങനെ വെറുതെ ഇറക്കരുത്. നമ്മൾ പൈസ കൊടുത്ത് കാണും. നിങ്ങൾ ഈസി സുഖമായിട്ടിരുന്ന് പൈസ കൊടുക്കാതിരുന്ന് കാണണം. മോശമല്ലേ അത്? എനിക്ക് വിഷയമല്ല. ഈ ലൈവ് ഇറങ്ങി എനിക്ക് മയിരാണ്. മനസ്സിലായോ? മയിരാണ്. നിനക്ക് മയിലാണെന്ന് എനിക്കറിയാം. നിനക്ക് എന്തായാലും അത് തുണിയില്ലാതെ നിനക്ക് മയിലാണെന്നുള്ളത്. അതായത് നമ്മള് ശരീരം വിറ്റ് ജീവിക്കാൻ നടക്കുന്നവർക്ക് എന്തൊരു മയിലാണ്. ഒരു എല്ലാം മയിലാണ് എന്നുള്ളത് തന്നെയാണ്. ഇനി വേണേൽ എന്ത് വേണേൽ ചെയ്യും. എന്താ അവരുടെ ഇതാണ്, അവർ ജയിക്കാൻ വേണ്ടി പറയുന്നതാണ്. കാരണം എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് പണം വേണം. അതുകൊണ്ട് എന്ത് വേഗത്തരവും എന്ത് അശ്ലീലതയും എന്തും ഞാൻ തുറന്നു കാണിക്കും, എന്തും ഞാൻ കടിച്ചു കാണിക്കും. ഇന്ന് ചുണ്ടില് മുറിഞ്ഞിരുന്നുണ്ട്, ഞാൻ ചുണ്ട് കടിച്ചു കാണിച്ചു. നാളെ വേറെ എവിടെയെങ്കിലാണ് മുറിവാണെങ്കിൽ ഞാൻ അവിടെ കടിച്ചു കാണിക്കും എന്നുള്ളതാണ്. കഷ്ടം. സ്ക്രീൻഷോട്ട് റെക്കോർഡ് എടുത്ത് അവൻ ഉണ്ടാക്കട്ടെ. എനിക്ക് മയിര്. ഓക്കെ, തങ്കോണ എന്തിന് ഭാഷ? ഇത് ഏതോ അലവലാതിയടാ. എവിടെ കിടന്ന അലവലാതി? പണ്ട് മുതലേ അങ്ങോട്ടും ഇങ്ങോട്ടും പൂരത്തെറിയും വിളിച്ച് കിടന്ന് മേഞ്ഞ് കിടന്ന ഏതോ ഒരു കാപറക്കി സാധനം. അതാണ് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ഇരുന്ന് പച്ചയ്ക്ക് വിളിച്ച് പറയുന്നത്. ഒരു ഉളുപ്പും ഇല്ലാതെ. പിന്നെ തുണിയാവത്ത് കാണിക്കണ്. ഇതിന്റെ അപ്പുറത്താണ് ഇന്ന് തെറി വിളിക്കുന്നത്. ഇതിപ്പോ ആ ലെവലിൽ വരുന്നുണ്ട്. ആ കാറ്റഗറിയിൽപ്പെട്ട അങ്ങനെ ജീവിക്കുന്നവർ ഇങ്ങനെയാണല്ലോ. ആര് കണ്ടോ എടുത്തടിച്ചോ തെറി വിളിക്കും, തള്ളക്കി വിളിക്കും. ആ ഒരു ലെവലിലേക്ക് അങ്ങനെ സ്റ്റാൻഡേർഡ് പൊക്കി ആ ഒരു പോൺ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നമ്മുടെ റെനാസിനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഓ അങ്ങനെ, സോറിടാ ബ്ലൂ വെയിലെ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. ഞാനോർത്ത് നീ എന്നെ തെറി പറയായിരിക്കും. സോറിയുടെ ബ്ലൂ വെയിലെ ഞാൻ തെറ്റിദ്ധരിച്ചു. നീ പറഞ്ഞത് മറ്റൊന്നാണ്. അവൾക്ക് ഇപ്പോഴാണ് മനസ്സിലായി. കുറച്ചും കൂടി കാണിക്കണം എന്നാണ് നീ പറഞ്ഞത്. ആ നാറുകൾ എന്ത് വേണേലും കാണിക്കട്ടെ. അതും സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് രേണു അത് കാണിച്ചു ഇത് കാണിച്ചെന്ന് പറഞ്ഞു. ആ നാറികൾ എന്ത് വേണേ കളിക്കട്ടെ. നീയായ പരനാറിയായ നീ കാണിക്കുന്നതോ? നീ പരനാറിയാണ്. നീ റെക്കോർഡ് ചെയ്യണ നാറിയാണെങ്കിൽ നീ പരനാറിയാണ്. പരിപാടിക്ക് നിക്കത്തില്ല. പക്ഷെ അന്നേരം നിന്നില്ലേ ആ പരിപാടിക്ക്? ഒരു സുഖമില്ലാത്ത ലൈവാണ്. ഞാൻ പിന്നെ വരാം. പോവാം. ബൈ. അതെ, സുഖമില്ലാത്ത ലൈവാണ്. തുണിയൊക്കെ കുറച്ച് ഊരിയൊക്കെ കാണിച്ചാലും സുഖം കിട്ടുള്ളൂ. നാക്ക് തള്ളിയോ കറക്കുകയോ അല്ലെങ്കിൽ മൂടിട്ട് കറക്കുകയോ അല്ലെങ്കിൽ തിരിഞ്ഞു നിന്ന് കറങ്ങുകയോ അല്ലെങ്കിൽ കാലെടുത്ത് പൊക്കുകയോ ചരിഞ്ഞ് കിടന്ന് മലന്ന് കിടന്ന് പല ആംഗിളായിട്ട് കാണിച്ചു കൊടുത്താലേ ആൾക്കാർക്ക് ഒരു സുഖമുള്ളൂ. ആൾക്കാർക്കൊന്നും പിടിക്കുന്നില്ല. ഇത് വീടായോണ്ടതായിരിക്കും. വീട് തന്നെയാണ്. മനസ്സിലായോ? ഞാനിത് പറയാൻ വേണ്ടിട്ട് വന്നതാണ്. വൈറലായി എന്ന് പറയാൻ വേണ്ടിട്ട് വന്നതാണ്. വൈറലായ? ഓ, വൈറലായോ? സോ ബൈ. പാവട ഉള്ള സ്ഥലം വെച്ചിട്ട് തിരിഞ്ഞും മറിഞ്ഞ് സൈഡൊക്കെ ഇരുന്ന് പല ആംഗിളിൽ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എടാ, നീ ഏത് കശ്മലന്മാരുടെ റെക്കോർഡ് ചെയ്യണത്? ആ പൈസ കൊടുത്ത് ഇരിക്കണമാരെങ്കിലും ഇത്തിരി വൃത്തിയായിട്ട് കാണിച്ചു കൊടുക്കുമായിരുന്നു. മോശം തന്നെ. ഇപ്പം രണശ്രീയെ കാണിക്കണമെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നാളെ തങ്കുണ്ട് ഉൾപ്പെടെ നമ്മുടെ കസിൻ വരെ വിളിച്ച് ചോദിച്ചു, നീയൊക്കെ എന്തരടേ ഇതിന് മുമ്പേ മൂടൊക്കെ വരുമായിരുന്നു. അപ്പം എല്ലാവർക്കും ബൈ ടാറ്റ. ഓണ വഴിക്ക് കണ്ടല്ലോ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ഞാൻ പോയിക്കോട്ടെ. അയ്യോ, കുറച്ച് നല്ലോണം പോയിക്കോട്ടെ. ആ ഡ്രസ്സ് ശരിയല്ല കേട്ടോ. നീ നല്ലോണം കുനിഞ്ഞിടന്നിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഡ്രസ്സ് ശരിയല്ല, അത് മാറ്റണം. ഫിൽറ്റർ മാറ്റാലോ? ഫിൽറ്റർ മാറ്റാൻ
എന്ത് സുന്ദരിയല്ലേ. ഫിൽറ്റർ മാറ്റിയേ. തമന്ന കൊറേ തമന്നയെ പോലെ ഇരിക്കുന്നു. ഏതാണെങ്കിലും തമന്നയുടെ മൂലം പുല്ലിട്ട് മതി കേട്ടോ. ഒഴിവാക്കിയുള്ള ഫിൽറ്റർ. ഒഴിവാക്കി കേട്ട്. നീ ലോക സുന്ദരി തന്നെ കേട്ട് കേട്ടോ. നീ ലോക സുന്ദരി തന്നെ. അതിലൊന്ന് കമന്റുകൾ നോക്കണേ. കമന്റാണ് നമുക്ക് വേണ്ടത്. കമന്റ് ഞാൻ വായിച്ചു തരാം. എനിക്ക് ഇഷ്ടം, ബട്ട് സൊസൈറ്റി എന്ത് കരുതും എന്ന് അറിയില്ല എന്നൊരു ഡൗട്ട്. അങ്ങനെ എന്തോ. അതായത് ഇതേതോ പെണ്ണാണെന്ന് ഞാൻ കരുതുന്നു. ജിയാൻ ഇറിൻ. ഈ പെണ്ണിന്റെ ആണിന്റെ അടിച്ചത് എനിക്കും ഇതുപോലെ കാണിക്കാൻ ഇഷ്ടമാണ് എന്നുള്ളതാണെന്ന് വിചാരിച്ചോ. എനിക്ക് ഇതുപോലെ തുടങ്ങണം. സൊസൈറ്റി എന്ത് പറയും അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് താങ്കൾ കുറേ പേർക്ക് നല്ല ഇൻസ്പിറേഷൻ കൊടുക്കുന്നുണ്ട്. ഒരു ശരീരം അനങ്ങാതെ വേർക്കാതെ ഇങ്ങനെ തുണി അവുത്തിട്ട് കഴിഞ്ഞാൽ നല്ല പണം ഉണ്ടാക്കാം എന്നുള്ളൊരു സാധനം നിങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഗ്യാപ്പ് സൂപ്പർ. പൊക്കൾ കാണിക്ക്. പൊക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റത്തുള്ള പൊക്കളെല്ലാം വട 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 എന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട്. എന്നാലും പൊക്കൾ കാണിച്ചെന്നില്ല എന്നല്ല. മനസ്സിലായോ? ഇജാതി ഇതൊക്കെ ശരി. ഇനി ഇൻസ്റ്റയിലിട്ട ഒരു സാധനം കൂടി കാണാമേ. അപ്പം എൻ്റെ ലിപ്പ് വീഡിയോ വൈറലാക്കി തന്ന സഹോദരന് എൻ്റെ എല്ലാവിധ താങ്ക്സും. ലിപ്സ്റ്റിക്കിൻ്റെ ബാക്കിയുള്ളൂ. ഓക്കെ, അത് ഫുള്ള് കണ്ട ലൈവ് കണ്ടിട്ട് അത് സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് എത്ര പേർക്കാണേ നീ കൊടുത്തത്. അതും എനിക്ക് നെഗറ്റീവ് പറയുന്ന കുറേ എണ്ണത്തിന്. ഒട്ടും ചളിപ്പില്ല കേട്ടോ. ആ പറച്ചിൽ തന്നെ ഉണ്ട്. പറയാൻ എന്ത് ചെയ്യാൻ പറ്റും. എൻ്റെ ലിപ്പ് വീഡിയോ വൈറലാക്കി തന്ന എല്ലാവർക്കും താങ്ക്സ്. താങ്ക്സ്. ഞാനും കൂടി അത് ഉൾക്കൊള്ളുന്നു. വൈറലായില്ലേ, താങ്കൾ രക്ഷപ്പെട്ടല്ലോ. ഇന്നിപ്പോൾ ലിപ്പ് വീഡിയോ, നാളെ ഏതെങ്കിലും പല പല വീഡിയോയിലുണ്ട്. പല പല വീഡിയോയിൽ നിങ്ങൾ ട്രൈ ചെയ്യൂ. വൈറലാക്കി തരാൻ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഞാൻ വൈറലായി ഹൈ റേഞ്ച് കയറിയിട്ടുണ്ട്. എന്തായാലും ഇതുവരെയായിട്ട് ഇറങ്ങിയിട്ടില്ല. കാരണം ഓരോരുത്തർ മെൻഷൻ ചെയ്യുന്നുണ്ട്. രേണുസുതി കമന്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ലിപ്പ് വീഡിയോ. എനിവേ ഓക്കെ, ഭാഗ്യം ചുണ്ടല്ലേ ലിപ്പ് വീഡിയോ. ഓക്കെ, ബൈ ബൈ. ബാക്കി പറ. കടിച്ചുള്ളൂ, വേറൊന്നും കടിക്കായിരുന്ന ഭാഗ്യം. വേറൊന്നും കടിക്കത്തില്ല. പറയരുത്, അത് മോശം. ചുണ്ട് കടിച്ചത് വേറെ ഒന്നും കടിക്കായിരുന്ന ഭാഗ്യം. പേഴ്സണലായിട്ട് ആർക്കൊക്കെ എത്രയൊക്കെ കടിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കൊച്ചു കളി. രേണുസുതി ചുണ്ട് കടിച്ചപ്പോ അത് വൈറലായി. കടിക്കട്ടേടാ അത് ചോദിച്ചാ പിന്നെ കടിക്കല്ലടാ കുട്ടാന്നല്ലാതെ എന്താടാ കുട്ടാ പറയുക. എനിവേ എന്തിനു കാണിക്കണേ ഈ സംസാരം മതി. കടിക്കട്ടേടാ കുട്ടാന്ന് ചോദിച്ചപ്പോ കടിക്കടാ കുട്ട എന്ന് പറയാതെ ഞാൻ എന്ത് ഈ ചേച്ചി ഇത് മതി. ഒന്ന് കാണിക്കണ്ട, ഇത് മതി. നമ്മുടെ ഷക്കീൽ അമ്മ തോറ്റു പോകും. മനസ്സിലായോ? എന്നെ ഏറെ കയറ്റിയതിനും എന്നെ വീണ്ടും പേര് കയറ്റിയതിനും ഒരുപാട് താങ്ക്സ്. അപ്പം തെറ്റ് ചെയ്യാത്തവർ ആരുണ്ട് ഗോപു എന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എടാ എന്തായാലും ഞാനൊരു കാര്യം പറയാം. ഇത് അവരാരിച്ച് ഇത് അങ്ങനെ തന്നെ. ഇനി ആരും വന്ന് ഉണ്ടാക്കി നല്ല പതിവ്രതയാണ്. ആരും ഇതിനെ അനുകരിക്കാതിരുന്നാൽ കുട്ടികളെ ജീവിക്കാൻ വേണ്ടിയിട്ട് വളർത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ തുണിയെ വെച്ചിട്ട് പിന്നെ ശരീരം കാണിച്ച് നാണം കെട്ട് ഉളുപ്പില്ലാതെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഒരു മനുഷ്യരും കാണത്തില്ല. മനസ്സിലായോ? ഈ നാണം കെട്ട് ജീവിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു പ്രയോജനമുണ്ട്. അത് ഉതകത്തില്ല എന്ന് പറയും. നമുക്ക് വേണ്ടി കാണാം.